പൂർണ്ണമായി ഞാൻ തള്ളിക്കളയും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് പാർട്ടിയിലെ DYFൻ്റെ അടൂരിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. അതിനുള്ള അവൻ മരിച്ചപ്പോൾ അതിൻ്റെ ആദരാഞ്ജലി വെച്ചുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മരിച്ചപ്പോൾ അവരവരുടെ പതാക പുതപ്പിച്ച് അവർ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. മരണത്തിൻ്റെ അവരുടെ പതാക പിന്നെ എന്തിനിട്ടു? പാർട്ടിക്കാരനല്ലെങ്കിൽ എന്തിനിട്ടു? അടൂർ CPMൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച് ഈ പറയുന്ന ബിജു അന്ന് CA ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും. അതുപോലെ അടൂർ എൻ്റെ സഹോദരി കൊടുത്ത കേസിൽ അത് അവിടെ അവരെ 5 പേരെ അടുത്ത മാസം 29-ാം തീയതിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇവരെ സർവീസിൽ നിന്ന് മാറ്റണം, ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇവരുടെ പേര്. സർക്കാർ ഇവരുടെ കൊലക്കുറ്റം കാരണം എൻ്റെ 16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായി അവൻ ജീവിച്ച ഒരു വ്യക്തിയാണ്.